ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇങ്ങനെ കടൽ തീരത്തിരുന്നിട്ട് തിരമാലകൾ എണ്ണി നോക്കാൻ ഭയങ്കര രസമാണ്. സോ തിരമാലകളെ എണ്ണിയാലും തീരൂല. ബട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ കുറേ തിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. സോ ഇനി ലൈഫിൽ എന്തൊക്കെ നടക്കണം, ലൈഫിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ എൻ്റെ ഒരു വൈകുന്നേരമാണ്. സോ പറഞ്ഞ് റൂട്ട് മാറിയത് ഞാൻ ഓർത്തതേ ഇല്ല. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് കുറച്ച് കാലമായിട്ട് വെറുതെ ഇരിക്കാൻ തീരെ ഇഷ്ടമില്ല. സംഭവം എന്താണെന്നറിയോ, എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ കുറേ തിങ്സ് റീലോഡായിട്ട് വരും. സോ അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ടൈം എപ്പോൾ കിട്ടുന്നു അതെനിക്ക് ബിസി ടൈം ആക്കിയിട്ട് മാറ്റണം. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഫ്രീ ആണ്, അപ്പം നമുക്കതൊന്ന് ബിസി ആക്കി എടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കസിൻസായിട്ട് പയ്യാമ്പലത്തേക്ക് ഇറങ്ങി. വെയിറ്റ് പോകുന്ന വഴിക്ക് ഞാൻ ഒരു ഷോപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറേ കാലമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഷോപ്പ് ഒന്ന് പ്രൊമോട്ട് ചെയ്തരോ. സോ അതും കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ പയ്യാമ്പലത്തേക്ക് പോയത്. അവിടെ എത്തിയത് എനിക്ക് ഓർമ്മയുണ്ടായിട്ടുള്ള കുട്ടികളൊക്കെ 4 ഭാഗത്തേനു. സോ അവർ ചെറിയ പ്രായമല്ലേ, അവർ കൂടി ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പം നമ്മൾ അവരെ വൈക്കങ്ങ് വിട്ട്. സോ നമ്മളെല്ലാവരും ഓരോ കണ്ണ് അവരെ ബാക്കാലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് നാളായി ക്ലാസ് വീട് അങ്ങനെ ഒരു ടൈം ടേബിളിൽ പോകുന്നത്. സോ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്ലാസ് ലീവായിരുന്നു. പിന്നെ നമ്മൾ പോയ ടൈം അവിടെ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ പ്രോഗ്രാമും കണ്ട് കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ ഇരുന്ന്. കണ്ണൂർ സ്നേഹതീരം പാട്ടുമക്കാനെ. സോ അവരെ പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ നീലയാൽ വഴിവീ ഉന്മാദത്തേരണകൾ ചുണ്ടിലണിന്നവളെ രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ, ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിന്നവളെ. അവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. സോ അതുപോലെ തന്നെ ഫോണിലെ ചാർജും പോയിരുന്നു. വലിയ ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്യാനും മനസ്സിന് സമാധാനം കിട്ടാനും ഇതുപോലത്തുള്ള പാട്ടുകൾ കേട്ടാൽ ഭയങ്കര എഫക്റ്റീവായിരിക്കും. സോ കുട്ടികൾക്കോ അവർക്ക് നമ്മളൊന്നും ചെയ്യാത്ത പോലെ അവരെ വെറുതെ കൂട്ടിക്കൊണ്ട് പോയ പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളെ കളിക്കാൻ വിട്ട് കുറച്ച് സമയം. പിന്നെ നമ്മൾ ഉള്ളിലൊന്നും കയറിയില്ല, അവരെ ഉള്ളിലാക്കി കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് വലിയ ആൾക്കാരെ ഏൽപ്പിച്ച്. അപ്പം നമ്മൾ കുറച്ച് കസിൻസ് ആയിട്ട് പിന്നെയും ബീച്ച് സൈഡിലേക്ക് തന്നെ പോയി അവിടുന്ന് പട്ടം പറപ്പിച്ച് കുറച്ച് വീഡിയോസ് ക്യാപ്ചർ ചെയ്ത്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോയിൽ പറയാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. സോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സഹിച്ചു നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ.